സാധാരണയായി ചരിത്രം അറിയപ്പെടുന്നത് രാജാക്കന്മാരുടെ പേരിലാണ്. എന്നാൽ രാജ്ഞിയുടെ പേരിൽ ഒരു കാലഘട്ടം തന്നെ അറിയപ്പെടുന്നത് അപൂർവമാണ്. പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു സ്ത്രീ തന്റെ ഭരണ മികവിലൂടെ ഒരു യുഗത്തിന് തന്നെ പേര് നൽകി. അവളാണ് എലിസബത്ത് ഒന്നാമത്. സ്വാഗതം ഡീപ് ഡൈവിലേക്ക്. 1558 മുതൽ 1603 വരെ ഇംഗ്ലണ്ടിന്റെ ചരിത്രം എലിസബത്തൻ യുഗം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ട് രാഷ്ട്രീയത്തിലും വാണിജ്യത്തിലും സാംസ്കാരിക രംഗത്തും യൂറോപ്പിൽ ശക്തിയായി മാറുന്നത്. കന്യകാത്വത്തിന്റെ രാജ്ഞി എന്നാണ് എലിസബത്തിനെ വിളിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ വിളിക്കപ്പെട്ടത് വെറുതെയല്ല. ജീവിതകാലം മുഴുവൻ വിവാഹം കഴിക്കാതെയാണ് എലിസബത്ത് ജീവിച്ചത്. താൻ വിവാഹം കഴിച്ചത് തന്റെ രാജ്യത്തെയാണെന്ന് പറയുന്ന ഒരു ഭരണാധികാരിയായിരുന്നു എലിസബത്ത്. ഗ്രീൻവിച്ച് കൊട്ടാരത്തിൽ ഇംഗ്ലണ്ടിന്റെ രാജാവ് ഹെൻറി എട്ടാമന്റെയും അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യ ആനി ബോളിന്റെയും മകളായി എലിസബത്ത് ജനിച്ചു. എന്നാൽ രാജാവിന് വേണ്ടിയിരുന്നത് ആൺകുഞ്ഞായിരുന്നു, പക്ഷെ ജനിച്ചത് പെൺകുഞ്ഞായി. അതിനാൽ എലിസബത്തിന് 3 വയസ്സ് തികയുന്നതിനു മുൻപേ രാജ്യദ്രോഹവും വ്യഭിചാരവും എന്ന കുറ്റം ചുമത്തി അമ്മ ആനിയെ കൊന്നു. കൂടാതെ ഹെൻറി ആ വിവാഹം അസാധുവാക്കുകയും ചെയ്തു. ഹെൻറി എട്ടാമൻ ക്രൂരനായിരുന്നുവെങ്കിലും വിദ്യാഭ്യാസത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എലിസബത്തിനെ അന്നത്തെ ഏറ്റവും മികച്ച അധ്യാപകരിൽ നിന്ന് വിദ്യാഭ്യാസം നേടണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. ലാറ്റിൻ, ഗ്രീക്ക്, ഫ്രഞ്ച് തുടങ്ങി രാഷ്ട്രീയവും തത്വചിന്തയും ചെറുപ്പത്തിൽ തന്നെ അവൾ പഠിച്ചു. 1547 ഹെൻറിയുടെ മരണത്തിനു ശേഷം 10 വയസ്സുകാരനായ എഡ്വേർഡ് രാജാവായി. പിന്നീട് 1553 അർദ്ധ സഹോദരി മേരി അധികാരമേറ്റു. എന്നാൽ എലിസബത്ത് മേരിയുടെ മതനയങ്ങളൊന്നും അംഗീകരിച്ചിരുന്നില്ല. ഇതിന് ഫലമായി എലിസബത്തിന് ലഭിച്ചിരുന്നത് തടവറകളിലുള്ള ജീവിതമായിരുന്നു. 1558 മേരിയുടെ മരണത്തിനു ശേഷം എലിസബത്ത് ഇംഗ്ലണ്ടിന്റെ രാജ്ഞിയായി. പുരുഷാധിപത്യ കാലത്ത് ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ട ഒരു ഭരണാധികാരി. 44 വർഷം നീണ്ട എലിസബത്തിന്റെ ഭരണം ഇംഗ്ലണ്ടിന് പുതുജീവൻ നൽകി. പുരുഷാധിപത്യ കാലത്ത് വിവാഹം ഒഴിവാക്കി സ്വന്തം ജീവിതത്തെക്കാൾ രാജ്യത്തിന് മുൻഗണന നൽകിയ ഒരു രാജ്ഞി. 44 വർഷം നീണ്ട സ്ഥിരതയുള്ള ഭരണം. രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും ഇംഗ്ലണ്ടിനെ യൂറോപ്യൻ ശക്തിയാക്കി മാറ്റിയ കാലഘട്ടം. അവൾ ഭാര്യയായില്ല, അമ്മയായില്ല, എന്നാൽ രാജ്യത്തിന്റെ ഭരണ ചിഹ്നമായി മാറി. അവൾ ജീവിച്ച കാലം ഇന്നും എലിസബത്തൻ യുഗം എന്ന പേരിലാണ് ചരിത്രത്തിൽ നിലനിൽക്കുന്നത്.